ശേഷം നമ്മുടെ കാക്കനാട് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പാലമൊക്കെ കയറി അതിൻ്റെ ഇപ്പുറത്തെ ഒരു സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ടിങ്. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു യാത്രയുടെ കാര്യം പറയുമ്പോഴും ഒരു രാത്രി ആണ് ഷൂട്ടിങ്. ഒരു രാത്രി ഉണ്ട് തീർച്ചയായിട്ടും. ഒരു 5 മണിക്ക് തുടങ്ങി വൈകിട്ട്, എന്നിട്ട് രാവിലെ ആയപ്പം പാക്കപ്പ് ആയി. ആ ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര വൈറലായിരുന്നു അന്നത്തെ. എനിക്ക് ഓടി നടക്കുകയാണ് ഞാൻ ആ സമയത്ത്. ഇതാണ് പാട്ടാണ്. അല്ല അന്ന് ഈ ചേച്ചി ഇപ്പം അന്ന് സലീമയുടെ ഭയങ്കര തിരക്കിലായിരുന്നു, നമുക്കൊക്കെ അറിയാം. അന്ന് ചേച്ചി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ കിട്ടണില്ല, മിസ് ചെയ്യുന്നു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ല? നമുക്കറിയാം, നമ്മുടെ തിരക്കറിയാലോ. എന്നാലും 4 വർഷം പ്രണയിച്ച് നടന്നു എന്ന് പറഞ്ഞേ. മരഞ്ചുറ്റി പ്രേമം, അന്നത്തെ ആ സ്റ്റൈൽ പ്രേമം എന്ത് എക്സ്പ്രസീവ് ആയിരുന്നു സലീമേട്ട. ശരിക്കും കാമുകന് നല്ല എക്സ്പ്രസീവ് ആയിരുന്നു. റിയലി? പൂ കൊടുക്കുക, കത്ത് കൊടുക്കുക. കത്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ചേച്ചി? കത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അത് ബോംബുകളായിട്ട് വീട്ടിലിരിക്കുന്നു രണ്ടുപേരും. ആണോ? എന്നാ വീട്ടുകാർ അറിയാതെയാണോ പ്രണയിച്ചത്? വീട്ടുകാർ അറിഞ്ഞാലും കാര്യം പറഞ്ഞേക്കോ? അച്ഛൻ ഞാൻ പ്രണയിക്കാൻ പോവേണ്ടാന്നോണ്ട് പോവോ? അതൊരു പിള്ളേരുടെ മനസ്സിൽ വികാരമല്ലേ? അല്ല ചേച്ചീനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ സലീമേട്ടന്? അല്ല, സംസാരിച്ചു മിണ്ടിയും പഴകിയും ഒരുപാട് സമയങ്ങൾ പിടിച്ചു. അപ്പൊ എപ്പോഴാണ് ഇത് സലീമേട്ടനാണോ ചേച്ചി തുറന്നു പറഞ്ഞത്? ആണ് ഫസ്റ്റ് ഐ ലവ് യു അങ്ങ് തുറന്ന് മുഖത്തടിച്ചു പറഞ്ഞു? അങ്ങനെയൊക്കെ പറയാൻ പറ്റും. എന്താണ് സിനിമ ഇത്? അല്ല എനിക്ക് സലീമേട്ടന്റെ ആ ഒരു എക്സ്പ്രസീവ്നെസ് ഏത് ലെവൽ വരെ പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കാം. എത്രാമത്തെ പ്രണയമായിരുന്നു ചേച്ചിയുമായിട്ട്? അങ്ങനൊന്നുമില്ല. പ്രണയം എന്ന രീതിയിൽ പ്രണയം എന്നുള്ള രീതിയിൽ ചേച്ചി ലക്ക് ഹെന്ന മൈ എന്റെ നമ്മുടെയൊക്കെ എടുക്കണേ 5-6 ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കല്യാണം കഴിക്കുന്നേ. പ്രണയം എന്ന രീതിയിൽ ആദ്യത്തെയാണ്. ആണ്. അല്ലാത്തതൊക്കെ തമാശ കളിയില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഒരാളായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു. എന്നാലും ചേച്ചിക്ക് ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഏതായിരുന്നു സലീമേട്ടൻ? വാച്ചായിരിക്കുള്ളൂ. ഒരു ഓർമ്മ ചേച്ചി വാച്ചാണ്. ഇപ്പോഴും ചേച്ചി സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? അതെന്താ വാച്ച് സെലക്ട് ചെയ്ത് കൊടുത്തത്? ഞാൻ ദുബായി പോയപ്പോ, പ്രോഗ്രാമിന് ദുബായി പോയപ്പോ അവിടെ വാച്ച് വാങ്ങിച്ചു. അവള് കല്യാണം ഉറപ്പിച്ചിരുന്നൂടെ? അങ്ങനെ വായിച്ചു. കല്യാണം ഉറപ്പിച്ചിട്ട് അച്ഛനമ്മമാർ അറിഞ്ഞപ്പോ എന്തെങ്കിലും യുദ്ധം അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല? അവളുടെ അച്ഛനമ്മയ്ക്ക് ലോട്ടറി അല്ലേ അടിച്ചേക്കണത്. അവര് യുദ്ധത്തിന് പോവോ? യുദ്ധത്തിന് പോവില്ല. കാരണം എന്താ പറഞ്ഞാല് സലീമേട്ടനെ പോലെ ഇത്രയും സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായിട്ടൊരു ചേച്ചി ഇല്ലാന്നൊക്കെ കാണിക്കുന്നത്. ബ്രൂണോ സുൽത്താനെ പോലത്തെ ഒരാളെ കിട്ടിയേക്കണത്. അപ്പൊ അമേരിക്ക യുദ്ധത്തിന് പോവോ? ഇല്ല. സിനിമയിലോട്ട് കേറിയിട്ടില്ലാന്ന്. അതിനെന്താണ്, കേറുമല്ലോ. അല്ല ഭയങ്കര പൈങ്കിളി പ്രേമമായിരുന്നു ഇവിടെ. കാരണം നമ്മളിപ്പോ ഇന്നെന്ന് പറഞ്ഞാൽ വാട്സാപ്പില് യു കമ്മിങ് ഡാ, ഐ എം നോട്ട് കമ്മിങ് ഡാ, ടുഡേ ലെറ്റ്സ് ഗോ ഫോർ എ ഡേറ്റ് നൈറ്റ്. ഇന്ന് ആ ഒരു ലൈൻ ആണല്ലോ. അന്ന് അങ്ങനെ കാണാനും മിണ്ടാനും ടൈമൊക്കെ നോക്കി. അതെ, ഒരു രസമുണ്ടായിരുന്നു. ഇന്നത്തെ ഇപ്പൊ ഈ വാട്സപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് ഇപ്പൊ സലീമേട്ടന് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറില്ല. എനിക്ക് അത് തന്നെ സുഖം. ഒരു കത്തൊക്കെ കൊടുത്ത് കാത്തിരിക്കുക, ബസിന്റെ ടൈമൊക്കെ നോക്കി അടിപൊളി ചായ കുടിച്ചിരിക്കുക. സലീമേട്ടനാണോ വീട്ടിൽ ചെന്ന് പറഞ്ഞത്? ചേച്ചിയുടെ വീട്ടിൽ ചെന്ന്? അപ്പൊ വീട്ടുകാരെയൊക്കെ ഒരു എതിർപ്പ് ഒന്നും വന്നില്ല? അടിപൊളി കേട്ടോ, വെരി സ്മൂത്ത് റിലേഷൻ. എന്നാ വേണോ ഇനി? പ്രണയിച്ച പെൺകുട്ടീനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഓർമ്മകളെ എങ്കിലും നമ്മൾ ബാക്കി നിർത്തുന്നില്ല, നമ്മുടെ കൂടെ കൂട്ടിയാണ്. ആണ്, അതല്ലേ ഏറ്റവും വലുത്. ആണ്. പ്രണയിച്ച പെൺകുട്ടി വല്ലയിടത്തും പോയിരുന്നെങ്കിൽ നമ്മൾ അതൊരു ഓർമ്മയായിട്ട് കിടക്കുന്നതിനകത്ത്. എന്നെ സംബന്ധിച്ച് അതില്ല. അപ്പം ഏട്ടൻ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ ചേച്ചി ഓക്കെ പറഞ്ഞോ? പിന്നെ അല്ലാണ്ട് ഒരുപാട് പരിചയപ്പെട്ടു, ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ മാനസികമായിട്ട് ഏകദേശം ഒന്നായി കഴിഞ്ഞിരുന്നു. ആണ്. ഈ പറഞ്ഞ പോലെ ചന്തു ഉണ്ടാവുന്നതിന് മുമ്പ് ആ പേര് പോലും മനസ്സിൽ എന്തോരം അടുപ്പുണ്ടായിരുന്നു. 2 പയ്യന്മാരാന്ന് നമുക്കറിയാം. എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടി വേണം, അങ്ങനെ പെൺകുട്ടി വേണമെന്ന് ആലോചിച്ചിട്ടല്ലോ പേരിട്ടത് ആർഷ. അപ്പൊ 2 പയ്യന്മാരായപ്പോ സലീമേട്ടന് തോന്നിയില്ല അയ്യോ എനിക്കൊരു പെൺകുട്ടി കൂടി ഇനി വേണം, അങ്ങനെയൊന്നും മുന്നോട്ട് ചിന്തിച്ചില്ല? അല്ല, അവള് പറഞ്ഞു പറ്റുള്ളൂ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാനും റെഡി ആയിരുന്നു.
ഞാൻ ഈ പേരെന്ത് ചെയ്യും? ആർച്ച എന്നുള്ള പേര് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആർഷയെ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണം എന്താ? വെറുതെ ഉണ്ണിയാർച്ച. ഉണ്ണി അല്ല, സാധാരണ ഈ പറയാ ആണുങ്ങള് ഏതെങ്കിലുമൊക്കെ കാലത്തുള്ള ഒരു പ്രണയത്തിന്റെ പേരായിരിക്കും ഇങ്ങനെ ക്യാരി. പിന്നെ ആർച്ച എന്നുള്ള പെണ്ണ് എവിടെയാണ് ഇരിക്കണത് പ്രണയിക്കാനായിട്ട്? ആർച്ച. അപ്പൊ ഈ ആർച്ച എന്നുള്ള പേര് പിന്നെ ഇടാൻ പറ്റും. ഇനി എനിക്ക് തോന്നുന്നു ചന്തു ആരെങ്കിലും കല്യാണം കഴിച്ച അവർക്ക് പെൺകുട്ടി ഉണ്ടാവണമെങ്കിൽ ചിലപ്പോ ആർച്ച എന്നുള്ള പേര് അവനല്ലേ തീരുമാനിക്കണ്ട. അത് ശരിയാ. ഞാനാണ് തീരുമാനിക്കണത്. അത് ശരിയാ. അപ്പൊ ഈ ആർച്ചേനെ എന്നാ ചെയ്തു? അപ്പൊ ചേച്ചീനെ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റിയില്ല സലീമേട്ടന്? കാരണം ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ പറയുന്നത്, പെൺകുട്ടികളുടെ പേര് വരെ ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. ആർച്ച എന്നൊരു പേര് കണ്ടുവച്ചിരുന്നു. ഓ, പേരിന് വേണ്ടി. വേണമെങ്കിൽ പേര് വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് ആക്കരുത് പറഞ്ഞ പോലെ പേര് വേസ്റ്റ് ആക്കരുത്. അത് ചെയ്യായിരുന്നു. ചേച്ചിനോ? ചേച്ചിയുടെ തീരുമാനമല്ലേ? തീരുമാനങ്ങളാണ്. കാരണം ഇപ്പൊ കുട്ടികളെ വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന ഒരു ജനറേഷൻ. അതിന്റെ ഇടയിലേട്ടാ 2 പയ്യന്മാരെ കിട്ടിയില്ലേ? അത് തന്നെ ഒരു വലിയ. പിന്നെ പയ്യന്മാരായപ്പോ സലീമേട്ടന് ഒരു സന്തോഷം തോന്നിയോ? കാരണം പയ്യന്മാരാണ്, നമുക്കിനി വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ? അതോ അത് പയ്യനും പയ്യത്തിയൊക്കെ കണക്ക് തന്നെ രണ്ടും. അപ്പൊ എത്ര അച്ഛനമ്മമാര് 2 പെൺമക്കളുടെ ഒക്കെ അച്ഛനമ്മമാരൊക്കെ നല്ല രീതിയിൽ അവരെ കൊടുത്തു ജീവിച്ചു പോന്നു. 2 ആമക്കളുള്ള അച്ഛന്മാര് റോഡിൽ കിടപ്പുണ്ട്. എന്നാൽ ഈ ആർച്ച എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതോ വേറെ ഏതെങ്കിലും 2 പെൺകുട്ടി? ഒന്നുമില്ല, ആർച്ച. അത് പൊളിച്ചു കേട്ടോ. പിന്നെ ഈ സമയത്തൊന്നും അറിഞ്ഞില്ല, പ്രസവിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആൺകുട്ടിയാണ്, ചന്തുവാണ് വന്നേക്കുന്നത്. അല്ല, ഇപ്പത്തെ സ്കാനിങ് ഒക്കെ ഇല്ലേ? സ്കാനിങ് ഇപ്പൊ ഇവിടെ കേരളത്തിലൊന്നും, അത് ഇന്ത്യയില് ജെൻഡർ വലിയ പാടാണ്, നടക്കില്ല.